ഇന്നത്തെ ഈ നാടിന്റെ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾ, നാട്ടുകാർ, മീഡിയ സുഹൃത്തുക്കൾ, എല്ലാവർക്കും ശബരി MVT സെൻട്രൽ UP സ്കൂളിന്റെ ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു നാടിന്റെ, ഒരു വിദ്യാലയത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സുദിനം ഏറെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കെല്ലാം ഈ നാടിന്റെ, ഈ വിദ്യാലയത്തിന്റെ സാദര പ്രണാമം. ഈ നാടിന്റെ മഹോത്സവത്തിലേക്ക് എത്തിച്ചേർന്ന, വേദിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾ, നമ്മളുടെ പ്രിയങ്കരനായ ചെയർമാൻ ശശികുമാർ സാറിനൊപ്പം ഇതാ സദസ്സിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കണം. കുട്ടികളെല്ലാവരും, മറ്റുള്ള നാട്ടുകാര് എല്ലാവരും ദയവ് ചെയ്ത് ബാരിക്കേഡിന് ബാക്കിലേക്ക് പോകണം. കുട്ടികളെല്ലാവരും ഇവിടുന്ന് ഒഴിയണം. നമ്മുടെ ഇന്നത്തെ ഈ സുദിനത്തെ ധന്യമാക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ നമ്മൾ സാധാരണ രീതിയിൽ വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ാണ് പരിപാടികൾ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അതിലെ ഒരു പരിപാടി നമ്മുടെ ഏറെ കാലത്തെ സ്വപ്നം പൂവണിയിച്ചുകൊണ്ടുള്ള നമ്മുടെ ലോകോത്തരമായിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തന്നെയാണ്. രണ്ടാമത് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ഒരു മഹത്തായ ചടങ്ങ് കൊണ്ടുകൂടിയാണ് ഇത് ഏറെ ധന്യമാകുന്നത്. നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ കഴിഞ്ഞ സ്കൂൾ വാർഷികത്തിൽ കുട്ടികൾക്ക് നൽകിയ ഒരു വാക്ക്, ഈ വർഷം ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സൈക്കിൾ, അത് ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഈ പുണ്യകർമ്മം നിർവഹിക്കാൻ നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും സൈക്കിൾ നൽകുന്നതിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കൊക്കെ അറിയാം, തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ, യുവഹൃദയങ്ങളുടെ ആവേശമായ പൊന്നിയിൻ സെൽവൻ, മാഗ്നം ഓപ്പസ് പൊന്നിയിൻ സെൽവന്റെ അരുൾമൊഴി വർമ്മനെ പരകായ പ്രവേശം നടത്തി നിസ്തുലമാക്കി തീർത്ത പ്രിയപ്പെട്ട പ്രിയങ്കരനായ നടൻ ജയം രവി സാറാണ്. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് അദ്ദേഹത്തിനെ വളരെ സന്തോഷത്തോടെ ഈ നാടിന്റെ മുഴുവൻ പേരിൽ, ഈ വിദ്യാലയത്തിന്റെ പേരിൽ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ജയം രവി സാർ പുലാപ്പറ്റ എന്ന ഗ്രാമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും വണക്കം. நமஸ்காரம். ரொம்ப ரொம்ப சந்தோஷமா இருக்கு இங்க வந்திருக்கிறது. நான் நிறைய ஃபங்க்ஷன்ஸ் போயிருக்கேன், நிறைய
பேர் பார்த்துருக்கேன். இங்க உங்களை பார்க்கும் போது நீங்க என்ன பார்க்குற அந்த சந்தோஷம் என்ன ரொம்ப சந்தோஷப்படுத்துது. தேங்க்யூ வெரி மச். இந்த ஆரவாரம் தான் எங்களை ஓட வச்சிட்டு இருக்கு. இந்த கைத்தட்டல்கள் தான் எங்களை இன்னும் பெட்டரா படங்கள் பண்ண வச்சிட்டு இருக்கு. இதெல்லாம் தாண்டி இந்த மாதிரி ஒரு நல்ல உள்ளங்கள், சசிகுமார் சுவாமி மாதிரி ஒரு நல்ல மனிதரை பார்க்கறது வந்து ரொம்ப கஷ்டம். அவர் கூப்பிட்டாரு, உடனே வந்துட்டேன் நானு. ஸோ இந்த சபரி குரூப்ஸ் ஒன்லி இது மட்டும் இல்லைங்க, நிறைய நல்ல விஷயங்கள் செஞ்சிட்டு இருக்காங்க. அவங்களுக்கு என்னுடைய வாழ்த்துக்கள். முதல்ல இது சும்மா எல்லாம் செஞ்சிட முடியாது. அதுக்கான ஒரு மனசு தேவை, அதுக்கான ஒரு பக்குவம் தேவை. அந்த மனசு அவருக்கு நிறையவே இருக்கு. ஆண்டவன் அவருக்கு நிறைய கொடுத்திருக்காரு. இப்ப கூட நிறைய நல்ல விஷயங்கள் செஞ்சுட்டு தான் வந்திருக்கோம். இந்த மாதிரி இவரை பார்த்து இன்ஸ்பயர் ஆகி இன்னும் பல பேர், பல நிர்வாகிகள், பல ஸ்கூல் நடத்துறவங்க இந்த மாதிரி பண்ணணும்னு நான் ஆசைப்படுறேன். கண்டிப்பா கண்டிப்பா இவரை பார்த்து இன்ஸ்பயர் ஆகி நிறைய பேர் இந்த மாதிரி பண்ணுவாங்கன்னு நான் நம்புறேன். அண்ட் நம்ம ஜெயராம் சார் அவர் கூட வந்தேன் நான். அவர் வந்து எனக்கு மிகப்பெரிய ஒரு இன்ஸ்பிரேஷன். சாதாரண ஒரு மனிதர் கிடையாது. அவர் ஏதோ ஒரு அருள் இருக்கு அவருக்கு. அதனாலதான் அவர் எங்க போனாலும் அந்த இடம் பாசிட்டிவாவே இருக்கும் எப்பவுமே. சோ இந்த மாதிரி ஒரு பாசிட்டிவான பர்சன் கூட, ஒரு ஆக்டர் கூட, ஒரு குட் ஹியூமன் கூட நான் ஒரு அசோசியேட் ஆயிருக்கேன்னு நினைக்கும் போது, அவங்க ஃபேமிலியும் என்னை ஒருத்தனா ஏத்துக்கிட்டு இன்னைக்கு இருக்காங்கன்னா அது வேற எதுவுமே கிடையாது. அது ஒரு ஃப்ரெண்ட்ஷிப்பை தாண்டி ஒரு பிளெஸிங் தான் எனக்கு. அவரை மாதிரி ஒருத்தர் கிடைச்சிருக்கிறது எப்பவுமே கூட. என்ன பட்டம் வாங்கினாலும், பேர் வாங்கினாலும், பத்மஸ்ரீ ஆனாலுமே வந்து அவரு இன்னுமே அதே மாதிரிதான் இருக்காரு. முதல் நாள் எப்படி பார்த்தோனோ அதே மாதிரிதான் இருக்காரு. அந்த மாதிரிதான் கிடைக்கிறது ரொம்ப கஷ்டம். நான் இது மேடைக்காக சொல்லல, நான் எங்க வேணா சொல்லுவேன். சில பேர் தான் பார்த்த உடனே வந்து ஆசீர்வாதம் வாங்கணும்னு தோணும். அந்த மாதிரி எனக்கு இங்க 2 பேர் இருக்காங்க, சசி சுவாமியும் ஜெயராம் சாரும். அவங்கள எப்ப பார்த்தாலுமே ஆசீர்வாதம் வாங்கணும்னு தோணும். அவங்களுடைய பிளெஸிங்ஸ் எனக்கு எப்பவுமே லைஃப் லாங் இருக்கும். இது எனக்கு கிடைச்ச ஒரு கிஃப்ட். அண்ட் இல்லைன்னா இங்கெல்லாம் வருவேன்னா, உங்களை பார்ப்பேனா, பார்க்க முடியுமா, இந்த சந்தோஷம் எனக்கு கிடைக்குமா, உங்களுக்கு கிடைக்குமா? மொத்த கேரளாவும் இங்கதான் இருக்கு போல இருக்கு. ரொம்ப சந்தோஷமா இருக்கு. இந்த வாரம்பா இங்கதான் ஷூட் பண்ணனா. என்ன படம்? பூலோகமா? ஓ, விஷ்ணு லோகம் இங்க ஷூட் பண்ணதா? சரிப்பா, நான் பாத்துறேன்ப்பா அந்த படம். தப்பா எடுத்துக்க. சோ கண்டிப்பா அது தெரியுது. முதல்ல இங்க லேண்ட் ஆகும் போதே அந்த பாசிட்டிவ் எனர்ஜி தெரிஞ்சது எனக்கு. கண்டிப்பா நானும் மறுபடியும் வரணும்னு ஆசைப்படுறேன். அண்ட் உங்களுக்கு தெரியும் இல்லையா, என் படங்கள்ல நிறைய கேரளா ரிலேட்டட் விஷயங்கள்லாம் நிறைய இருக்கும். பார்த்திருக்கீங்க இல்லையா? சென்னை செந்தமிழ் மறந்தேன் உன்னாலே, அந்த மாதிரி ஹீரோயின்ஸ் அசின்ல இருந்து, பாவனால இருந்து நிறைய கேரளா ஸ்டார்ஸ் கூட நடிச்சிருக்கேன். எல்லாருமே வண்டர்ஃபுல் ஆக்டர்ஸ், ஸ்பான்டேனியஸ் ஆக்டர்ஸ். கிடைக்கவே கிடைக்காது அந்த மாதிரி ரியாக்ஷன்ஸ்லாம், வேற யாராலையும் பண்ண முடியாது. அண்ட் கேரளா ஸ்கூல் ஆஃப் ஆக்டிங் ரொம்ப பிடிக்கும் எனக்கு. ரொம்ப யதார்த்தமா இருக்கும். நிறைய கத்துட்டு இருக்கேன் பெரிய பெரிய ஆர்டிஸ்ட் பார்த்து. முரளி சார் பார்த்துட்டு, அதுக்கப்புறம் நிறைய பேர், ஸ்ரீனிவாஸ் சார் பார்த்து நிறைய கத்துட்டு இருக்கேன். ஸோ மிகப்பெரிய ஒரு இன்ஸ்பைரிங் ஸ்டேட் கேரளா கன்ஃபார்மா. அதனால என்னை இங்க கூப்பிட்டதுக்கு ரொம்ப ரொம்ப தேங்க்ஸ். இந்த மாதிரி நிறைய விழாக்கள் நடக்கணும்னு ஆசைப்படுறேன். ஒரு மொத்த ஸ்கூலுக்கே சைக்கிள்ஸ் இலவசமா கொடுக்குறாங்கன்னா நிறைய பேரால பண்ண முடியாது, யோசிக்கவே முடியாது. இது பப்ளிசிட்டிலாம் கிடையாது. இது வந்து நல்லது செய்யணும்ன்ற முழு எண்ணம் மனசுல இருந்தாதான் செய்ய முடியும். அதுக்காக தான் நானும் வந்திருக்கேன். நானும் ரொம்ப டிராவல் பண்ணி தான் வந்திருக்கேன், எங்கெங்கயோ இருந்து. வேற எதுக்குமே இல்லை.
இந்த ஒரு நிகழ்ச்சி வந்து நல்லபடியா நடக்கணும், உங்க எல்லாரையும் பார்க்கணும் அப்படின்ற ஒரு நல்ல இடத்துல தான் வந்திருக்கேன். இந்த நிச்சயமா இங்க இருந்து கிளம்பி போகும்போது உங்க எல்லாருடைய லவ் எடுத்துட்டு தான் நான் போவேன். தேங்க்யூ சோ மச். இது இப்ப இல்ல, நான் வந்து எனக்கு 2வது படத்துல இருந்தே இந்த லவ் கொடுத்துட்டு இருக்கீங்க. இது எப்பவுமே இருக்கணும்னு ஆசைப்படுறேன் நான். அண்ட் உங்களுக்காக எல்லா அதான் இந்தியாவில் இருக்கிற எல்லா ஆடியன்ஸ்க்காகவும் நல்ல படங்கள் பண்ணோம்னு நினைச்சிட்டு இருக்கேன். அதுல முடிஞ்சா ஏதாவது ஒரு நல்ல விஷயம் சொல்லணும்னு ஆசைப்படுறேன். அந்த மாதிரிதான் லைஃப் போயிட்டு இருக்கு. முடிஞ்ச அளவுக்கு பண்ணிட்டு இருக்கேன். இனிமேலும் அந்த சக்தி இருக்கும்னு நினைக்கிறேன். இந்த லவ் இருந்தா அது கண்டிப்பா இருக்கும். கீப் giving me love, keep giving us love and do the good work, keep it going. Thank you so much. Thank you. നന്ദി സർ. അഭിനയത്തിന്റെ കൊടുമുടികൾ ഇനിയും കീഴടക്കാൻ ശ്രീ ജയം രവി സാറിന് കഴിയട്ടെ എന്ന് ഈ നാടിന്റെ പേരിൽ ആശംസിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ടുള്ള സൈക്കിൾ വിതരണമാണ് ജയം രവി സാർ നിർവഹിക്കുന്നത്. അതിന് തയ്യാറായി കുട്ടികൾ എത്രയും പെട്ടെന്ന് വേഗം സ്റ്റേജിലേക്ക് കയറുക. ഇന്നത്തെ ഈ സമ്മാനത്തിന്റെ മുഴുവൻ നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ സമ്മാനം നൽകിയ വലിയ മനസ്സിന്റെ ഒരു ഉടമയായ നമ്മുടെ ചെയർമാൻ ശശി സാറിന്റെ വാക്കുകൾ ഇവിടെ ഇതാ യാഥാർത്ഥ്യമാവുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൽ മുഴുവൻ കുട്ടികൾക്കും സൈക്കിൾ, അതിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഈ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സൈക്കിൾ. പിഞ്ചോമനകളുടെ കായിക വികസനത്തിനായി ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കരുതൽ. ട്രസ്റ്റ് ചെയർമാൻ പി ശശികുമാർ സാറിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. കോവിഡ് കാലത്തിനു ശേഷം അതിജീവനത്തിന്റെ പാതയിലൂടെ മുന്നേറുന്ന മുഴുവൻ കുട്ടികളെയും ഊർജ്ജസ്വലരാക്കാൻ ശാരീരിക ക്ഷമതയും കായിക ശേഷിയും കൈവരിച്ച് ജീവിതത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നടന്നുകയറാൻ ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു സ്നേഹോപഹാരം, ഈ വിദ്യാലയത്തിന്റെ മറ്റൊരു നവതി സമ്മാനം. നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും നൽകാനുള്ള സൈക്കിൾ ഗ്രൗണ്ടിന്റെ അറ്റത്ത് പ്രദർശിപ്പിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ മുഴുവൻ കുട്ടികൾക്കും ഇത് നൽകുന്നതാണ് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ നാടിന്റെ സ്നേഹോപഹാരം ശ്രീ ജയം രവി സാറിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ശശി സാറ് അദ്ദേഹത്തെ ആദരിക്കുന്നു. നമ്മുടെ നാടിന്റെ ആദരവ് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. ജയം രവി സാറിന്റെ ചിത്രം വരച്ച 1-2 പേരുണ്ട്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണം.
താങ്ക് യു സർ. അദ്ദേഹത്തിന് 8 മണിക്കാണ് അദ്ദേഹത്തിന് ഫ്ലൈറ്റ് കോയമ്പത്തൂരിൽ നിന്ന്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അദ്ദേഹം നമ്മുടെ ഈ വേദിയിൽ നിന്നും തൽക്കാലം വിടവാങ്ങുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് അദ്ദേഹത്തെ യാത്രയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഈ സുദിനത്തെ ഏറെ ധന്യവും അനശ്വരവുമാക്കി തീർക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം, ഈ ഗ്രാമത്തിന് വരദാനമായി ലഭിച്ച നമ്മുടെ ഈ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനമാണ്. അതിനു മുന്നോടിയായി ഏവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഭദ്രദീപം കൊളുത്തുന്ന ചടങ്ങാണ് നടക്കുന്നത്. അതിനായി മലയാളത്തിന്റെ പ്രിയതാരം, ഏവരുടെയും പ്രിയങ്കരനായ പത്മശ്രീ ജയറാം സാറിനെ വളരെ സ്നേഹാദരങ്ങളോടുകൂടി ക്ഷണിക്കുകയാണ്. ഏവരുടെയും അനുഗ്രഹത്തോടെ അഭിമാനത്തോടെ പുലാപ്പറ്റയുടെ ഈ അക്ഷരസ്തംഭം നാടിന് സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ചെയർമാനോടൊപ്പം മലയാളത്തിന്റെ അതുല്യ നടൻ ശ്രീ ജയറാം സാർ അതിനായി പോവുകയാണ്. ദയവ് ചെയ്ത് ആരും തടസ്സങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ ഈ നാടിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഇരിക്കണം. ആ ചടങ്ങ് കഴിഞ്ഞയുടൻ ജയറാം സാർ ഈ വേദിയെ, സദസ്സിനെ, ഈ നാടിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. ഒരു ഗ്രാമത്തിന്റെ ചിരകാല സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് അടിയിച്ചൊരുക്കിയ 24 ക്ലാസ് മുറികളോടുകൂടിയ വിദ്യാക്ഷേത്രം ഇന്നാടിന് ഇവിടെ സമർപ്പിക്കപ്പെടുന്നു. പുലാപ്പറ്റയുടെ ചരിത്രത്താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ കോറിയിടുന്ന ഈ അനശ്വര മുഹൂർത്തത്തിൽ തലമുറകൾക്കായി ഈ അക്ഷരപുണ്യം തുറന്നു നൽകുന്നത് മലയാളത്തിന്റെ പ്രിയതാരം, കുടുംബ സദസ്സുകളുടെ ഇഷ്ടനായകൻ പത്മശ്രീ ജയറാം. ഒരു ഗ്രാമത്തിന്റെ ചിരകാല സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. ശബരി ചാരിറ്റബിൾ ട്രസ്റ്റ് അണിയിച്ചൊരുക്കിയ 24 ക്ലാസ് മുറികളോടുകൂടിയ വിദ്യാക്ഷേത്രം ഇന്നാടിന് ഇവിടെ സമർപ്പിക്കപ്പെടുന്നു. പുലാപ്പറ്റയുടെ ചരിത്രത്താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ കോറിയിടുന്ന ഈ അനശ്വര മുഹൂർത്തത്തിൽ തലമുറകൾക്കായി ഈ അക്ഷരപുണ്യം തുറന്നു നൽകുന്നത് മലയാളത്തിന്റെ പ്രിയതാരം, കുടുംബ സദസ്സുകളുടെ ഇഷ്ടനായകൻ പത്മശ്രീ ജയറാം.
ജയറാമിനെ വിളിക്കുന്നു. ദയവ് ചെയ്ത് ഈ സമയത്ത് ആരും സ്റ്റേജിലേക്ക് കയറി വരരുത്. സ്റ്റേജിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിറങ്ങണം. ലോകോത്തര നിലവാരത്തിലുള്ള ഈ കെട്ടിട സമുച്ചയം, ഈ നാടിന്റെ പുണ്യം നമ്മുടെ തലമുറകൾക്കായി സമർപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ ജയറാം സാർ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ സമയം സമാഗതമായിരിക്കുകയാണ്. അഭ്രപാളികളിലൂടെ മാത്രം നമുക്ക് കണ്ട് പരിചയമുള്ള, നാം കേട്ടുശീലിച്ച ആ ശബ്ദം, പ്രിയപ്പെട്ട ജയറാം സാറിന്റെ മനോഹരമായ ശബ്ദം നമ്മൾക്ക് നേരിട്ട് ശ്രവിക്കുന്നതിനുള്ള ഒരവസരമാണ്. ഈ നാടിനെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രിയങ്കരനായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ജയറാം സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ശബരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാമായ ശശികുമാർ, ശ്രീകുമാർ, അശ്വതി, എൻ്റെ ചക്കി, മറ്റ് വേദിയിലിരിക്കുന്ന പഴയ റിട്ടയർഡ് ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഈ സ്കൂളിൻ്റെ എല്ലാമായിട്ടുള്ള ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ്, പേരൻസ്, എല്ലാവരോടും, കുഞ്ഞനുജന്മാർ, അനുജത്തിമാർ, എല്ലാവരോടും ആദ്യം ഒരു സന്തോഷത്തിലുള്ള ഒരുപാട് ഈ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സന്തോഷത്തിന്റെ ഒരു ഹായ്. ഹലോ. ആയിരത്തി 1933, സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്, സെൻട്രൽ UP സ്കൂൾ ഏകദേശം 90 വർഷമാവുന്നു. യശസ്വരീനായ മാനവിക്രമൻ തമ്പാൻ എന്ന് പറയുന്ന അദ്ദേഹം രൂപകൽപ്പന ചെയ്ത് അന്ന് തുടങ്ങി വെച്ച ഈ സ്കൂൾ 2010 ശബരി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത്. ശബരി ഗ്രൂപ്പിന്റെ എല്ലാമായ ശ്രീ ശശികുമാർ കഴിഞ്ഞൊരു 25 വർഷമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുപക്ഷെ പറഞ്ഞാൽ അതിനേക്കാൾ ഉപരിയുള്ള ഒരു ബന്ധം, ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ ഇതിനു മുമ്പും ശബരി ഗ്രൂപ്പിന്റെ പല സ്കൂളുകളുടെ ഫംഗ്ഷനൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പുലാപ്പറ്റയിൽ മാത്രമാണ് വരാൻ കഴിയാത്തത്. അപ്പൊ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ ശശിയോട് പറഞ്ഞ കാര്യം അതാണ്. എൻ്റെ ജീവിതം വളരെ ബ്ലസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം. മറ്റൊന്നുമില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. കഥകളി, കൂത്ത്, ചെണ്ട, തിമില, മദ്ദളം, ഇലത്താളം, കുഴല്, കൊമ്പ് എന്ന് വേണ്ട
കേരളത്തിലുള്ള പല ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെയും പുലാപ്പറ്റ എന്ന് പറയുന്നത് എത്ര വലിയ മഹാന്മാരായ കലാകാരന്മാരുടെ സ്ഥലമാണ്. അങ്ങോട്ടേക്കല്ലേ നമ്മൾ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തുമാത്രം സന്തോഷമാണ് എനിക്ക് തരുന്നത്. ഈ സ്കൂളിന്റെ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതാണ്. പക്ഷെ ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയില്ലേ, ഇത്രയും വലിയ അതായത് ഞാൻ എപ്പോഴും പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, ഒരുപക്ഷെ മലയാള സിനിമയിൽ മറ്റ് പല നടന്മാർക്കും കിട്ടാത്ത ഭാഗ്യം കിട്ടുന്നൊരു നടനാണ് ഞാൻ പറയാറുണ്ട്. കാരണം ഇനിയിപ്പോ 4 ദിവസം കഴിഞ്ഞാൽ ഏറ്റുമാനൂർ അമ്പലത്തിലെ 7:30 പൊന്നാന പുറത്ത് എടുക്കുന്ന ദിവസം 150ഓളം കലാകാരന്മാരുമായിട്ട് ചെണ്ടയിൽ നിന്ന് 3 മണിക്കൂർ ഞാനാണ് കൊട്ടിക്കയറാൻ പോകുന്നത്. അപ്പോ അത്തരം ഭാഗ്യമൊക്കെ ദൈവം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയും വലിയ കലാകാരന്മാർ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ വരാൻ കഴിഞ്ഞതിൽ ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഈ വേദിയിൽ സത്യത്തിൽ ആദ്യം താങ്ക്സ് പറയേണ്ടത് മറ്റാരോടുമല്ല, എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ജയം രവിക്കാണ്. കാരണം ഒരേ ഒരു വാക്കാണ് ചോദിച്ചത്. മറ്റേത് നടനാണെങ്കിലും പറയും ഷൂട്ടിംഗ് ഉണ്ട്, തിരക്കാണ് എന്നൊക്കെ പറയും. ഇത് സത്യത്തിൽ അദ്ദേഹം മദ്രാസിൽ നിന്നും 10 മണിക്കൂർ യാത്ര ചെയ്താൽ, കാറിൽ യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 1 മാസമായിട്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് കാറിന്റെ പിൻസീറ്റിൽ കിടന്നുറങ്ങി ഇന്ന് വെളുപ്പിന് മദ്രാസിലെത്തി. അവിടെ നിന്നും കോയമ്പത്തൂർ വന്ന് അദ്ദേഹം ഇവിടെ എത്തി. രാവിലെ 9 മണിക്ക് ഞങ്ങൾ തുടങ്ങിയതാണ് ശബരിയുടെ എല്ലാ സ്കൂളുകളിലുമുള്ള യാത്ര. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് ഈ പുലാപ്പറ്റ സ്കൂളിലെത്തുന്നത്. അദ്ദേഹത്തിന് തിരിച്ച് അതേപോലെ ഇന്ന് രാത്രി 9 മണിക്ക് പോയി കോയമ്പത്തൂർ നിന്നും വിമാനമാർഗം ചെന്നൈയിൽ പോയി തിരിച്ചും 10 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് നാളെ വെളുക്കുവോളം അദ്ദേഹം യാത്ര ചെയ്തിട്ടാണ്. നമ്മൾ ചോദിച്ച ഒരു വാക്കിന്റെ പേരിൽ, ശശിയോടുള്ള ബഹുമാനത്തിൽ എൻ്റെ ഒരു വാക്കിന്റെ പേരിൽ ഇവിടെ എത്തിയ ജയം രവിക്ക് 1000 നന്ദിയും കടപ്പാടും പറയും. കാരണം ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ച ഒരു നായക നടനാണ് രവി. കാരണം തമിഴിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായ ഒരു സിനിമയാണ് പൊന്നിയിൻ സെൽവൻ. രാജരാജ ചോഴന്റെ കഥ പറഞ്ഞ പൊന്നിയിൻ സെൽവനിൽ രാജരാജ ചോഴനായി അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയും തമിഴിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയുടെ നായകനാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി അതിന്റെ 2ാം ഭാഗം ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അതിലും രാജരാജ ചോഴന്റെ കൂടെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി ആൾവാർ കടിയൻ നമ്പിയായിട്ട് വേഷം ചെയ്യാൻ 2ാമത്തെ ഭാഗത്തിലും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ സായാഹ്നത്തിലേക്ക് വരാം. ഇത്രയും മനോഹരമായ ഒരു അന്തരീക്ഷം, ഇത്ര മനോഹരമായിട്ടുള്ള ടോട്ടൽ എല്ലാം നടന്നു കാണുകയായിരുന്നു. ഓരോ മുക്കും മൂലയും. ഈ ഒരിക്കലും നമ്മൾ ഗ്രാമം അല്ലെങ്കിൽ പട്ടണം എന്ന് തിരിച്ചു പറയേണ്ട കാര്യമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗ്രാമമെന്നോ പട്ടണമെന്നോ ഒന്നും മാറ്റങ്ങളില്ലാതെയാണ് കേരളത്തിന്റെ വളർച്ച. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളുടെ ഈ സാധാരണക്കാർ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇത്രയും ഹൈടെക് ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും കൂടിയ ഒരു സ്കൂള് അത് ഇത്രയും നല്ല രീതിയിലാക്കിയതിന് ശബരി ഗ്രൂപ്പിന് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇവിടെ വരാനും നിങ്ങളെല്ലാം നേരിട്ട് കാണാനും കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. അതിന് ഇതിന്റെ സ്കൂളിന്റെ ഭാരവാഹികളോടും എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സോ മച്ച്. ഇതിന്റെ ഈ ബിൽഡിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ജയ് ഹിന്ദ്. താങ്ക് യു സർ. മിമിക്രിയിലൂടെ കലാരംഗത്തേക്ക് കടന്നു വന്ന് മലയാള സിനിമയുടെ കൊടുമുടികൾ കീഴടക്കി ഇപ്പൊ തെന്നിന്ത്യൻ സിനിമയിലും നിറസാന്നിധ്യമായി കൊണ്ടിരിക്കുന്ന പത്മശ്രീ ജയറാം സാറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കലാലോകത്തിന് സംഭാവന നൽകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഈ നാടിന്റെ പേരിൽ. അടുത്തതായി അദ്ദേഹത്തിന് ഈ ഗ്രാമത്തിന്റെ, ഈ വിദ്യാലയത്തിന്റെ സ്നേഹോപഹാരവും ആദരവും അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ ശശി സാറിനെ അതിനായി ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി മാനേജർ മുരളി സാറിനെയും ക്ഷണിക്കുകയാണ്.